ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ക്രിസ്റ്റീന അഗസ്റ്റിൻ. ഞാൻ തലയോലപ്പറമ്പിൽ നിന്ന് വരുന്നു. സെൻറ്റ് ജോർജ് ഇടവകയിൽപ്പെട്ട ആളാണ്. എൻ്റെ അമ്മയുടെ പേരിലായിരുന്നു ഉടമ്പടി. ഞാനൊരു BSc നേഴ്സാണ്. എൻ്റെ അമ്മയുടെ 2019 ഉടമ്പടി എടുത്താണ്. അന്ന് ഞാൻ BSc നേഴ്സിംഗ് പഠിക്കുന്ന സമയത്താണ് അമ്മ എടുക്കുന്നത്. അങ്ങനെ BSc ഞാൻ കംപ്ലീറ്റ് ആക്കി വന്നപ്പോൾ തൊട്ട് എൻ്റെ വീട്ടിൽ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു പുറത്ത് പോകണമെന്നുള്ളത്. അങ്ങനെ ഞാൻ OET പരീക്ഷ എഴുതി. പക്ഷേ എനിക്ക് കിട്ടിയില്ല. 2 പ്രാവശ്യം ഞാൻ OET എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ എനിക്ക് കിട്ടാതായി ഞാൻ ജോലിക്ക് കയറി. അവിടെ നിന്നുകൊണ്ട് ഞാൻ 1 പ്രാവശ്യം എഴുതിയപ്പം എനിക്ക് 2 സബ്ജക്റ്റ് കിട്ടി. ഞാൻ പിന്നെ ജോലിയൊക്കെ ജോലി നിർത്തി വീട്ടിൽ വന്നിട്ട് എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജോലി നിർത്തി വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ പപ്പ ഹോസ്പിറ്റലിലെ സമയത്ത് ഈ 2 വിഷയം ഉള്ളത് കൊണ്ട് 2 വിഷയം മാത്രമായിട്ട് എഴുതിയെടുക്കാമെന്ന് ഞാൻ അറിഞ്ഞു, ന്യൂസിലൻഡിന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ഞാൻ അതറിഞ്ഞത്. അങ്ങനെ ഞാൻ ആ 2 വിഷയം മാത്രം എഴുതിയെടുക്കാനായിട്ട് 1 മാസമേ എനിക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ. ആ 1 മാസത്തിനുള്ളിൽ എഴുതിയെടുത്തില്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ പരീക്ഷയുടെ എക്സ്പയറി ആയി പോകുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതാൻ തന്നെ തീരുമാനിച്ചു. അതിന് മുന്നേ ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. പക്ഷേ ഇനി 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഈ പരീക്ഷയും, ഇനി ഇത് കിട്ടിയില്ല എങ്കിൽ എനിക്കൊരു സീനിയർ കെയറിൻ്റെ ഇൻ്റർവ്യൂവും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 കാര്യങ്ങളാണ് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ച് അച്ഛൻ എനിക്കൊരു കാശ് രൂപവും തന്നു. ഞാൻ ഇവിടുന്ന് ഏപ്രിൽ 25-ാം തീയതിയാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം എൻ്റെ അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റായി. എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പരീക്ഷയ്ക്ക് പോണവരെ. ഞാനും പപ്പയും കൂടിയാണ് പരീക്ഷ എഴുതാൻ വേണ്ടി പോയത്. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതാൻ ചെന്ന് ഹോളിൽ കയറിയ സമയം തൊട്ട് എനിക്ക് ഭയങ്കര പനിയായി. ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിച്ചു. പരീക്ഷ എഴുതാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. പക്ഷെ എനിക്ക് ഒട്ടും എഴുതാൻ പറ്റിയില്ല പരീക്ഷ. ഞാൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത്. അങ്ങനെ എൻ്റെ പ്രതീക്ഷ ഇനി എക്സാം കിട്ടില്ല എന്ന് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അതോർത്ത് സീനിയർ കെയറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ ഓർത്തു അതായിരിക്കും എനിക്ക് വിധിച്ചിരിക്കുന്നതെന്ന് ഓർത്തു ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് പൈസ എല്ലാം അടച്ചു. അങ്ങനെ ഞങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് ഹോൾഡായിരുന്നു. വീണ്ടും 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഞാൻ ഓർത്തു പിന്നെ എക്സാമിൻ്റെ റിസൾട്ട് വന്നന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചതല്ലേ പോയ സമയത്ത് തൈലവും കാശുരൂപവും ഒക്കെ ആയിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നത്. അപ്പം അമ്മ പറഞ്ഞു, നമുക്ക് വെറുതെ ഒന്ന് നോക്കാം മോനെ, എങ്ങനെയുണ്ട് എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് നോക്കി. ഞാൻ എഴുതിയ 2 വിഷയവും B ഉണ്ട്. ഞാനത് പാസ്സായി. അങ്ങനെ ഞാൻ ന്യൂസിലൻഡ് പ്രോസസ്സിങ്ങിന് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതിനുള്ള പൈസ നല്ലൊരു എമൗണ്ട് ആകും. ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒരു വഴിയില്ല പൈസയ്ക്ക് വേണ്ടിയിട്ട്. കാരണം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ സീനിയർ കെയറിന് വേണ്ടിയിട്ട് അടച്ചു. അപ്പം 7 ലക്ഷം രൂപയാണ് ഞങ്ങൾ അടച്ചത്. പൈസ തിരിച്ചു കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും കൂടെ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഇവിടെ നിന്ന് പോണ വഴിക്ക് തന്നെ ആ ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, ആ പൈസ ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ പൈസ തിരിച്ച് ലഭിച്ചു. 1 രൂപ പോലും ഇല്ലാതെ എനിക്ക് ആ ചേട്ടൻ തിരിച്ചു തന്നു. അതിനുശേഷം പ്രോസസ്സിങ് തുടങ്ങിയെങ്കിലും അതിനൊരു 13 ലക്ഷം രൂപയാകും. അത്രയൊരു പൈസ ഞങ്ങളെ കൊണ്ട് ഈ സമയത്ത് എടുക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ അമ്മയുടെ അപ്പൻ അമ്മയുടെ വീടിൻ്റെ ആധാരം ആങ്ങളയുടെ പേരിലാണ്. അത് തന്ന് സഹായിക്കാമെന്ന് അമ്മയുടെ ആങ്ങളെ സമ്മതിച്ചു. അങ്ങനെ എനിക്ക് അതും ലഭിച്ചു. ഞങ്ങളത് വെച്ച് ലോൺ എടുത്തു. അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് CGFNS ആയിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യം പറഞ്ഞ് എനിക്കൊരു ഇഷ്യൂ ആയി. മുന്നോട്ട് പ്രോസസ്സിങ് പോകാതെയായി. അങ്ങനെ റിപ്പോർട്ട് വരുന്നില്ല. എന്നേക്കാൾ കഴിഞ്ഞ് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരികൾക്കും റിപ്പോർട്ട് ലഭിച്ചു. അങ്ങനെ ഞാൻ അവസാനം ശരിക്കും തകർന്നു. ഇത്രയും പൈസയെല്ലാം കൊടുത്തിട്ട് ഞാൻ ഓർത്ത് ഇനി പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച സാഹചര്യമായിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം ഇവിടെ വന്ന് എൻ്റെ അമ്മയും ഞാനും കൂടെ വന്ന് ഇവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ച് ചെന്ന് ഞാനൊരു ഡേറ്റ് ഇട്ടിട്ടാണ് പോയത്. ഇവിടെ നിന്ന് ഓഗസ്റ്റ് 14-ാം തീയതി. അങ്ങനെ ഞാനിവിടെ നിന്നൊരു ഡേറ്റ് ഇട്ട് പോയി. അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ചൊവ്വാഴ്ചകളിലെ ധ്യാനങ്ങൾ മുടങ്ങാതെ കൂടി. അമ്മയുടെ കൂടെ പത്രം കൊടുക്കാനും കാര്യങ്ങൾക്കെല്ലാം ഞാൻ പോകും. പിന്നെ പറ്റാവുന്ന വിധത്തിലൊക്കെ ഞാൻ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുർബാനകളിലൊന്നും ഞാൻ വീട്ടിൽ നിന്ന് സമയങ്ങളിൽ മൊത്തം എല്ലാ ദിവസവും രാവിലെ ഞാൻ കുർബാന പയ്യിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഓഗസ്റ്റ് 14-ന് ഞാൻ ഡേറ്റ് ഇട്ടെങ്കിലും ഓഗസ്റ്റ് 12-ാം തീയതി എൻ്റെ CGFNSൻ്റെ റിപ്പോർട്ട് എനിക്ക് ലഭിച്ചു.
അതിനുശേഷമുള്ള കാര്യങ്ങളും ഡിസിഷൻ ലെറ്റർ ആയാലും എല്ലാവരുടെയും സമയമെടുത്തു. അന്ന് ഞാൻ ഡിസംബർ 22 അവിടെ അവധി തുടങ്ങുമെന്ന് അറിഞ്ഞു. അപ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്കൊരു കേസ് മാനേജറിന് കിട്ടണമായിരുന്നു. എന്നാൽ മാത്രമേ നമ്മുടെ DL അവർ എടുത്തെന്നെങ്കിലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് എനിക്ക് ഡിസംബർ 12 ആയപ്പോൾ എനിക്ക് DLൻ്റെ കേസ് മാനേജറിനെ കിട്ടി. പക്ഷേ എങ്കിൽ പോലും എനിക്ക് അവധി ആയതുകൊണ്ട് എൻ്റെ DL എനിക്ക് അപ്രൂവായി കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ജനുവരി 15 ഞാൻ വീണ്ടും ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ജനുവരി 12 എനിക്ക് എൻ്റെ ഡിസിഷൻ ലെറ്റർ വന്നു. പക്ഷെ ഇതെല്ലാം കിട്ടിയെങ്കിൽ പോലും ഞങ്ങൾക്ക് അവിടെ കോളേജുകളിലോട്ട് ഒരു അഡ്മിഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ ഇപ്പോൾ പൊതുവേ നമുക്ക് പരീക്ഷ എഴുതി നിൽക്കുന്ന പിള്ളേർ കൂടുതലായതുകൊണ്ട് അവിടെ ഒരു പഠിക്കാനായിട്ടുള്ളൊരു സാഹചര്യമില്ല. ഞങ്ങൾക്ക് 1 മാസത്തെ കോഴ്സുണ്ട്. അങ്ങനെ കോളേജിൽ അഡ്മിഷൻ കിട്ടാതിരുന്ന സമയത്തും എൻ്റെ വിശ്വാസം കൈവിടാതെ ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കൊരു ഏജൻസി സീറ്റ് കിട്ടി. എൻ്റെ ഓഫർ ലെറ്ററും കാര്യങ്ങളെല്ലാം വന്നു. ഞാൻ വിസയ്ക്ക് കൊടുത്തെങ്കിൽ പോലും എൻ്റെ വിസ മാത്രം വരുന്നില്ല, ബാക്കി എല്ലാവരുടെയും വിസ വന്നു. അങ്ങനെ ഞാൻ വിസയ്ക്ക് കൊടുക്കുന്നതിന് മുന്നേ കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു 18 ആ 18 ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നിട്ടാണ് ഞാൻ വിസയ്ക്കുള്ള പൈസയും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതെല്ലാം കൊടുത്തു. വിസ വരാത്തതുകൊണ്ട് എല്ലാവർക്കും വന്ന് പോകാനുള്ള ദിവസങ്ങളും അടുത്ത് വരികയാണ്. എങ്കിലും എൻ്റെ മാതാവ് എന്നെ കൈവിടില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എൻ്റെ വിസ ഈ മാസം 5 തന്നെ വന്നു. 5 ഡേറ്റ് ഇട്ടിരുന്നത്. 4 വിസ അപ്രൂവ് ആയി. 5 വിസ മെയിലിൽ വരികയും ചെയ്തു. ഞാൻ ഈ മാസം 28 ഏർലി മോർണിംഗ് ആണ് പോകുന്നത്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി ഞാൻ പറയുവാണ്. പ്രാർത്ഥനയിൽ ഞാൻ അമ്മയുടെ ഒപ്പം ഞാൻ എല്ലാ കാര്യങ്ങളിലും പ്രേക്ഷിത പ്രവർത്തനത്തിന് പോവായിരുന്നു. ഇവിടുത്തെ ധ്യാനം മുടങ്ങാതെ കൂടുന്നുണ്ട്. കുർബാനയിൽ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥന ചെല്ലാനൊന്നും നേരത്തെ പറ്റിയിരുന്നില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം കറക്റ്റ് സമയത്ത് എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. പള്ളിയിൽ പോകാനായിട്ടുള്ള മടി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് മാതാവ് എന്നെ ഒരുപാട് സഹായിച്ചു.